പൂഴിക്കുന്ന് സെന്റ് ആന്റണീസ് LP സ്കൂളിന്റെ 2025-2026 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അറിവിന്റെ തൂവെളിച്ചം അനേകായിരങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ട് സെന്റ് ആന്റണീസ് LP സ്കൂൾ പൂഴിക്കുന്നിന്റെ മണ്ണിൽ പ്രക്ഷോഭിതമായിട്ട് 120 വർഷം പിന്നിടുകയാണ്. ഈ വിദ്യാലയത്തെ വളർത്തിയവരെയും വിദ്യാലയത്തിലൂടെ വളർന്നവരെയും ആദരപൂർവ്വം സ്മരിക്കുന്നു. തിരുവനന്തപുരം സൗത്ത് ഉപജില്ലാ തലത്തിൽ നടന്ന പാഠ്യേതര മത്സരങ്ങളിൽ മികച്ച വിജയം കൊയ്യാൻ സാധിച്ചുവെന്നത് അഭിമാനത്തോടെ അറിയിച്ചുകൊണ്ട് 2025-2026 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് സാദരം സമർപ്പിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ്. തിരുവനന്തപുരം അതിരൂപത RC സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു എയ്ഡഡ് വിദ്യാലയമാണിത്. കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ സൈറസ് കളത്തിലും, സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ വിൽഫ്രഡും, ഹെഡ് മിസ്ട്രസ് ശ്രീമതി റീജ ജോണും മറ്റ് 5 അധ്യാപകരും 2 അനധ്യാപകരുമാണുള്ളത്. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെ 110 കുട്ടികൾ പഠിക്കുന്നു. പഠനം എന്നത് യാദൃശ്ചികമായി നേടുന്നതല്ല. അത് ഉത്സാഹത്തോടെ അന്വേഷിക്കുകയും ഉത്സാഹത്തോടെ പരിപാലിക്കുകയും വേണം. ഈ മഹത് വചനത്തിൽ ഊന്നി മെയ് 31 തന്നെ ചാർജ് വിഭജനം നടത്തി. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഓരോ അധ്യാപകരും ആസൂത്രണം ചെയ്യുകയും അതനുസരിച്ച് സമഗ്ര ഗുണമേന്മാ വർഷമായ ഈ വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂണിൽ തന്നെ തയ്യാറാക്കി കൃത്യമായ SRG മീറ്റിംഗോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. PTA ജനറൽ ബോഡി യോഗം. ഈ വർഷത്തെ PTA ജനറൽ ബോഡി യോഗം ജൂൺ 20-ാം തീയതി മുൻ പ്രസിഡന്റ് ശ്രീ സനൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടി. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ വിൽഫ്രഡ് രക്ഷകർത്താക്കൾക്ക് നല്ലൊരു സന്ദേശം നൽകി. തുടർന്ന് മാനേജറുടെ സാന്നിധ്യത്തിൽ പുതിയ അധ്യയന വർഷത്തെ PTA ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. നിലവിലെ പ്രസിഡന്റായിരുന്ന ശ്രീ സനൽകുമാറിനെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ശ്രീ ജോജിയെയും തെരഞ്ഞെടുത്തു. MBETA പ്രസിഡന്റായി ശ്രീമതി ചന്ദ്രലേഖയെയും SMC ചെയർമാനായി ശ്രീമതി ആൻസിയെയും തെരഞ്ഞെടുക്കുകയുണ്ടായി. പ്രവേശനോത്സവം. വർണ്ണശബളവും ഉത്സവഭരിതവുമായ പ്രവേശന ഉത്സവത്തോടെ ജൂൺ 2-ന് പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ വിൽഫ്രഡ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അക്ഷരത്തൊപ്പിയും അക്ഷരപ്പൂക്കളുമായ നവാഗതരെ സ്വീകരിച്ചു. ഈ വർഷം സ്കൂളിൽ പുതുതായി അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും ബാഗും മറ്റു പഠനോപകരണങ്ങളും സ്പോൺസർഷിപ്പിലൂടെ നൽകി. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ഏതാണ്ട് എല്ലാ രക്ഷകർത്താക്കളും പങ്കെടുത്തു. സ്കൂൾ അസംബ്ലി. ഒരു പുതിയ ഊർജത്തോടെ ദിവസം ആരംഭിക്കുന്നതിനും അച്ചടക്കം, മൂല്യബോധം, വ്യക്തിത്വ വികസനം എന്നിവ വളർത്തുന്നതിനായി ആഴ്ചയിൽ 2 ദിവസം അസംബ്ലി നടത്തുന്നു. ഒരു ഇംഗ്ലീഷ് അസംബ്ലിയും ഒരു മലയാളം അസംബ്ലിയും. പല ദിനാഘോഷങ്ങളും സ്പെഷ്യൽ അസംബ്ലിയായി നടത്തുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീം ആയി എടുത്തിട്ടുള്ള എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന സന്ദേശത്തിൽ ഊന്നിയായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും നടന്നത്. പരിസ്ഥിതി ദിന ആഘോഷം വാർഡ് കൗൺസിലർ ശ്രീമതി സൗമ്യ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നിക്ഷേപിക്കുന്നതിനും ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഹെഡ് മിസ്റ്റേഴ്സ് നൽകി. വാർഡ് കൗൺസിലറും ഹെഡ് മിസ്റ്റേഴ്സും ചേർന്ന് തൈ നട്ടു. കുട്ടികളുടെ പ്രസംഗം, പ്ലക്കാർഡ് നിർമ്മാണം, ക്വിസ് മത്സരം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി. ജൂൺ 19 വായനാ ദിനം. വായനാ വാരാചരണം. ഈ വർഷത്തെ വായനാ ദിനത്തിന്റെയും വായനാ വാരാചരണത്തിന്റെയും ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ വിൽഫ്രഡ് നിർവഹിച്ചു. ക്ലാസ് ലൈബ്രറി ഉദ്ഘാടനം, ന്യൂസ് പേപ്പർ ഉദ്ഘാടനം എന്നിവയും അന്നേ ദിവസം നടന്നു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി നാട്ടിലെ ആലന്തോതി ഗ്രന്ഥശാലയുമായി ചേർന്ന് മെമ്പർഷിപ്പ് ക്യാമ്പിൽ വായനാ കുറിപ്പ് മത്സരം എന്നിവ നടത്തി. ജൂൺ 20-ാം തീയതിയിൽ STRT റിസർച്ച് ഓഫീസർ ഡോക്ടർ അഞ്ജന VR ചന്ദ്രൻ രക്ഷകർത്താക്കളുമായി കുട്ടികൾ എന്തിനു വായിക്കുന്നു എന്ന വിഷയത്തെ കുറിച്ച് സംവാദം നടത്തി. ഒരാഴ്ച നീണ്ട വായന പ്രവർത്തനത്തോടൊപ്പം ജന്മദിനത്തിന് ഒരു ബുക്ക് എന്ന പദ്ധതി തുടർന്നു വരുന്നു. ജൂൺ 21 യോഗാ ദിനം. യോഗയുടെ ഗുണം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി ജൂൺ 21 യോഗാ ദിനമായി ആചരിച്ചു.
മനസ്സിനെയും ശരീരത്തെയും ഒന്നുപോലെ ഉത്തേജിപ്പിക്കുകയും ചിന്തകളെയും പ്രവർത്തികളെയും ഒന്നിച്ചു നടത്താൻ സാധിക്കുന്ന ഒന്നാണ് യോഗയെന്ന് ഹെഡ് മിസ്റ്റർ യോഗാ ദിന സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. സ്കൂളിലെ യോഗ കൺവീനറായ ശ്രീമതി അജിത ടീച്ചറിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും യോഗ നടത്തി. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരായി അവബോധം നൽകുന്നതിനായി ലോക ലഹരി വിരുദ്ധ ദിന പ്രവർത്തനങ്ങൾ നടത്തി. നേമം SI ശ്രീ മോഹൻലാൽ കുട്ടികൾക്കായി ഒരു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികളിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ആരംഭിച്ച സൂംബ ഡാൻസിന്റെ ഉദ്ഘാടനവും അന്നേ ദിനത്തിൽ അതിന്റെ ചാർജ് വഹിക്കുന്ന ശ്രീമതി അജിത ടീച്ചർ നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ ലഹരി വിരുദ്ധ സന്ദേശം, പ്രതിജ്ഞ, പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവയും നടത്തി. ജൂലൈ 21 ചാന്ദ്രദിനം. ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യവും വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധവും ശാസ്ത്ര കൗതുകവും വളർത്തുന്നതിനായി ചാന്ദ്രദിനം ആചരിച്ചു. കുട്ടികൾ നിർമ്മിച്ച സ്റ്റിൽ മോഡൽസ്, പോസ്റ്റേഴ്സ് എന്നിവയുടെ പ്രദർശനം, ചാന്ദ്രയാത്രയുടെ വീഡിയോ പ്രദർശനം, ക്വിസ് മത്സരം എന്നിവ നടത്തി. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. യുദ്ധത്തിന്റെയും അതിന്റെ അനന്തരഫലങ്ങളുടെയും കെടുതികളും ഭീകരതകളും വിദ്യാർത്ഥികളെ മനസ്സിലാക്കുന്നതിനും യുദ്ധത്തിനെതിരെയുള്ള ആഹ്വാനവുമായി ഓഗസ്റ്റ് 6 സ്പെഷ്യൽ അസംബ്ലി നടത്തി. അന്നേ ദിവസം കുട്ടികൾ സമാധാനത്തിന്റെ പ്രതീകമായി കടാട്ട തോക്കുകൾ നിർമ്മിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുന്നതിനും നമ്മുടെ രാജ്യത്തോടുള്ള ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ ഭംഗിയായി ആഘോഷിച്ചു. സ്കൂൾ മാനേജരും കുട്ടികളും രക്ഷകർത്താക്കളും പങ്കെടുത്ത ചടങ്ങിൽ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി റീജ ജോൺ ദേശീയ പതാക ഉയർത്തി. കുട്ടികളുടെ മാസ്റ്ററിൽ പരേഡ് എന്നിവയും ഈ വർഷം പ്രത്യേകമായി പരിശീലിപ്പിച്ച സൂംബ ഡാൻസും സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളെ കൂടുതൽ വർണ്ണാഭമാക്കി. തുടർന്നു നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ വിൽഫ്രഡ് മുഖ്യ സന്ദേശം നൽകി. തുടർന്നു നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ കൊണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷം അർത്ഥവത്തും മനോഹരവുമായിരുന്നു. ഓണാഘോഷം. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം വളരെ ഭംഗിയായി ആഘോഷിച്ചു. ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ വിൽഫ്രഡ് കുട്ടികൾക്ക് ഓണം സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ശ്രീ സനിൽ കുമാർ, ഹെഡ് മിസ്റ്റേഴ്സ് എന്നിവരും ഓണാശംസകൾ നൽകി. അത്തപ്പൂക്കളം, മാവേലി, തിരുവാതിര, വള്ളംകളി, മറ്റു ഓണ പരിപാടികൾ എന്നിവയിലൂടെ ഓണത്തിന്റെ സന്ദേശമായ ഒരുമയുടെയും ഒത്തുചേരലിന്റെയും പങ്കിടലിന്റെയും നല്ല വശങ്ങൾ കുട്ടികളിൽ എത്തിച്ചു. PTA പങ്കാളിത്തത്തോടെ ഓണസദ്യയും നൽകി. സ്കൂൾ തല കായികോത്സവം, ബാലകലോത്സവം. 2025 സെപ്റ്റംബർ 29 സ്കൂൾ തല സ്പോർട്സും സെപ്റ്റംബർ 22 സ്കൂൾ തല ബാലകലോത്സവം നടത്തി. സബ് ജില്ലാ തല മത്സരാർത്ഥികളെ കണ്ടെത്തി. ഫീൽഡ് ട്രിപ്പ്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ 10 തിരുമല ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച സയൻസ് എക്സിബിഷൻ കാണാൻ 3rd and 4th സ്റ്റാൻഡിലെ കുട്ടികളെ കൊണ്ടുപോയിരുന്നു. കുട്ടികൾക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ചിത്രരചന മത്സരം. കുട്ടികളുടെ സർഗവാസന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൈമനം യൂക്കോ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 31 കുട്ടികൾക്ക് ഒരു ചിത്രരചന മത്സരം, കളറിംഗ് മത്സരവും സംഘടിപ്പിച്ച് വിജയികൾക്ക് സമ്മാനം നൽകി. സബ് ജില്ലാതല മത്സരങ്ങളും നേട്ടങ്ങളും. തിരുവനന്തപുരം സൗത്ത് ഉപജില്ലാതല ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും കായിക മത്സരത്തിലും LP വിഭാഗത്തിൽ മത്സരിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റത്തിലും പങ്കെടുത്തുകൊണ്ട് വെറും 83 കുട്ടികൾ പഠിക്കുന്ന ഞങ്ങളുടെ വിദ്യാലയം 500-ലേറെ കുട്ടികൾ പഠിക്കുന്ന സബ് ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങളുമായി മത്സരിച്ച് തിളക്കമാർന്ന വിജയമാണ് ഈ അധ്യയന വർഷം കൈവരിച്ചത്. ശാസ്ത്രോത്സവത്തിൽ വർക്ക് എക്സ്പീരിയൻസിൽ ഓവറോൾ 1-ാം സ്ഥാനവും സയൻസ്, സോഷ്യൽ സയൻസ് എന്നിവയിൽ ഓവറോൾ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. തിരുവനന്തപുരം സൗത്ത് സബ് ജില്ലാ കലോത്സവത്തിൽ
ഇംഗ്ലീഷ് റെസിറ്റേഷനിൽ ഈ സ്കൂളിലെ സെറാമറിയ 1-ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിക്കൊണ്ട് കലോത്സവത്തിൽ 65-ൽ 59 പോയിന്റുമായി ഓവറോൾ 4-ാം സ്ഥാനം നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി എന്നത് വളരെ അഭിനന്ദനാർഹമാണ്. സബ് ജില്ലാതല വിജയികളായ 29 കുട്ടികളെ ഇന്നീ വേദിയിൽ ആദരിക്കുന്നു. നവംബർ 14 ശിശുദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിക്കുന്നതിനും കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനുമായി ഈ വർഷത്തെ ശിശുദിനം ഭംഗിയായി ആഘോഷിച്ചു. വെള്ള വസ്ത്രവും നെഹ്റു തൊപ്പിയും റോസാപ്പൂവും അണിഞ്ഞാണ് അന്നേ ദിവസം കുട്ടികൾ എത്തിയത്. പ്ലക്കാർഡുകളും മുദ്രാവാക്യവുമായി റോഡിലൂടെ ശിശുദിന റാലി നടത്തി. തുടർന്ന് ശിശുദിന പരിപാടികൾ നടത്തിക്കൊണ്ട് അന്നേ ദിവസം അർത്ഥവത്ത. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. ശരീരം തളർത്താത്ത മനസ്സുമായി ജീവിക്കുന്നവരെ ഓർക്കാൻ ഒരു ദിനം. ചെറിയ ചെറിയ വൈകല്യങ്ങൾക്കപ്പുറം അവരുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തുകയും അവരെ മാറ്റി നിർത്താതെ ചേർത്തു നിർത്തേണ്ടത് നമ്മുടെ ചുമതലയാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹെഡ് മിസ്ട്രസ് സന്ദേശം നൽകുകയും ഈ ദിനത്തെ ആസ്പദമാക്കി പോസ്റ്റർ നിർമ്മാണ മത്സരവും നടത്തി. ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്തുമസിന്റെ പ്രതീകമായ ചുവപ്പ് വസ്ത്രമണിഞ്ഞാണ് ഡിസംബർ 22-ാം തീയതി അധ്യാപകരും കുട്ടികളും എത്തിയത്. സ്കൂൾ മാനേജർ ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയും PTA പ്രസിഡന്റ്, ഹെഡ് മിസ്ട്രസ് എന്നിവർ ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കൊണ്ട് ക്രിസ്തുമസ് ആഘോഷം അർത്ഥവത്തായി. പഠന വിനോദയാത്ര. വിനോദത്തിലൂടെ വിജ്ഞാനം നേടുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ നിന്നും ജനുവരി 27-ാം തീയതി മ്യൂസിയം, സൂ, പ്ലാനറ്റോറിയം, വേളി ബോട്ട് ക്ലബ് എന്നീ സ്ഥലങ്ങളിലേക്ക് 42 കുട്ടികളും അധ്യാപകരുമായി വിനോദയാത്ര പോയി. വളരെ രസകരമായിരുന്നു ഈ യാത്ര. ജനുവരി 30 രക്തസാക്ഷി ദിനം. ഗാന്ധി ദർശൻ കൺവീനർ ശ്രീമതി അജിത ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ രക്തസാക്ഷി ദിനം ആചരിച്ചു. മൗന പ്രാർത്ഥന, പ്രതിജ്ഞ, പുഷ്പാർച്ചന, ദീപം തെളിയിക്കൽ, കുട്ടികളുടെ വിവിധ പരിപാടികൾ എന്നിവ നടത്തി രാഷ്ട്രപിതാവിനോടുള്ള ബഹുമാനവും സ്നേഹവും കുട്ടികളിൽ എത്തിച്ചു. അക്കാദമിക പ്രവർത്തനങ്ങൾ. മികവുറ്റതും ഗുണമേന്മയുള്ളതുമായ പഠനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൃത്യമായ പ്ലാനിംഗ് നടത്തിക്കൊണ്ട് അധ്യാപകർ ക്ലാസ്സിലെത്തി. ശിശു കേന്ദ്രീകൃതവും പ്രക്രിയാബന്ധിതവുമായി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഗവൺമെന്റ് നടത്തുന്ന വാഗ്മയ ഭാഷാ പരീക്ഷ, യൂണിറ്റ് ടെസ്റ്റ്, മിഡ് ടേം ടെസ്റ്റ്, ടേം പരീക്ഷ എന്നിവ നടത്തി ഓരോ കുട്ടിയെയും ഇവാലുവേറ്റ് ചെയ്ത് പിന്നോക്കക്കാർക്ക് ആവശ്യമായ നിരവധി പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു നൽകി വരുന്നു. LSS പരിശീലനം. 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ഗവൺമെന്റ് നടത്തുന്ന PM കിഡ്സ് LSS സ്കോളർഷിപ്പ് പരിശീലനം ഒക്ടോബർ മുതൽ ആരംഭിച്ചു. 9 കുട്ടികളെ ഇതിനായി തിരഞ്ഞെടുത്ത് അധ്യാപകർക്ക് ഓരോ ദിവസവും ഡ്യൂട്ടി നൽകിക്കൊണ്ട് വൈകിട്ട് 1 മണിക്കൂർ LSS സ്പെഷ്യൽ ക്ലാസ് എടുക്കുകയും പ്രീ മോഡൽ എക്സാം, മോഡൽ എക്സാം എന്നിവ നടത്തുകയും ചെയ്തു. 26-ാം തീയതി 9 കുട്ടികളും LSS സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുകയും ചെയ്തു. ക്ലാസ് PTA. മിഡ് ടേം പരീക്ഷകൾക്കു ശേഷം ക്ലാസ് PTA കൂടി കുട്ടികളുടെ വിലയിരുത്തലുകൾ രക്ഷകർത്താക്കളുമായി പങ്കുവയ്ക്കുന്നു. ആരോഗ്യരംഗം. കുട്ടികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനായി മെയ് 29 നേന പോലീസ് സ്റ്റേഷനിലെ SI മുഹമ്മദ് ഹഷീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഓഫീസർമാർ, വാർഡ് കൗൺസിലർ, ജനപ്രതിനിധികൾ, PTA അംഗങ്ങൾ എന്നിവർ ചേർന്ന് SPG ഗ്രൂപ്പ് രൂപീകരിച്ചു. ഈ വർഷം ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജൂലൈ 30-ാം തീയതി സുരക്ഷാ സമിതി രൂപീകരണ മീറ്റിംഗും നടന്നു. സ്കൂൾ മാനേജർ, PTA മെമ്പേഴ്സ്, വാർഡ് കൗൺസിലർ, ഹെൽത്തിൽ നിന്നുള്ള JPHN, KSCBയിലെ AA തുടങ്ങിയവർ പങ്കെടുത്തു. വഴുതക്കാട് ഗീതാഞ്ജലി കണ്ണാശുപത്രിയുമായി ചേർന്ന് ഡിസംബർ 5-ാം തീയതി എല്ലാ കുട്ടികൾക്കും നേരത്തെ പരിശോധന നടത്തി.
ദേശീയ വിരവിമുക്ത ദിനമായ ജനുവരി 6 കുട്ടികൾക്ക് വിരയ്ക്കുള്ള പ്രതിരോധ ഗുളിക നൽകി. ജനുവരി 13 കോൾഗേറ്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ ദന്തരോഗ നിർണയവും അവയർനെസ് ക്ലാസും നടത്തി. ലോക കുഷ്ഠരോഗ ദിനമായ ജനുവരി 30 ശാന്തിവിള ആശുപത്രിയിലെ JPHN കുട്ടികൾക്ക് കുഷ്ഠരോഗത്തെ കുറിച്ച് അവയർനെസ് ക്ലാസ് എടുക്കുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഫെബ്രുവരി 20 കരമന KSCB ഓഫീസിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറും മറ്റ് ജീവനക്കാരും സ്കൂളിൽ വരികയും വൈദ്യുതി സുരക്ഷാ ക്ലാസ് എടുക്കുകയും ചെയ്തു. മത്സരങ്ങൾ പൊതുവിജ്ഞാനവും ആനുകാലിക ചോദ്യങ്ങളും കുട്ടികളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അസംബ്ലിയിൽ പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിക്കുകയും കുട്ടികൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതിനായി കറണ്ട് അഫയർ ചോദ്യങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തു വരുന്നതോടൊപ്പം ക്ലാസുകളിൽ GK ക്വസ്റ്റ്യൻസ് നൽകുന്നു. സ്കൂളിൽ ക്വിസ് മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ നൽകി വരുന്നു. സബ് ജില്ലാ തല ക്വിസ് മത്സരങ്ങളിൽ എല്ലാ വിഷയത്തിലും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിച്ച് പങ്കെടുപ്പിക്കുകയും മികച്ച സ്കോർ നേടുകയും ചെയ്തു. സ്പോർട്സ് ക്ലാസ്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടാവുകയുള്ളൂ. കുട്ടികളുടെ കായിക വിദ്യാഭ്യാസത്തിനായി മുൻ വർഷത്തെ പോലെ ഈ വർഷവും PTA സഹകരണത്തോടൊപ്പം സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് സ്പോർട്സ് പരിശീലനത്തിനായി ധീരജ് സ്പോർട്സ് എന്നൊരു സ്ഥാപനത്തിലെ കായിക അധ്യാപകർ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. ഈ അധ്യയന വർഷം ലഭിച്ച എൻഡോമെന്റ് സ്പോൺസർഷിപ്പ് ക്യാഷ് പ്രൈസുകൾ. കഴിഞ്ഞ 3 വർഷമായി പുതുതായി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ബാഗും മറ്റ് പഠനോപകരണങ്ങളും സ്പോൺസർ ചെയ്യുന്നത് ഈ സ്കൂളിലെ പ്രശാന്ത് സാറിന്റെ റിലേറ്റീവായ ഫിലിപ്പ് ചാക്കോ, ആശ ചാക്കോ ദമ്പതികളാണ്. കുട്ടികൾക്കായി 200 നോട്ട്ബുക്കുകൾ പ്രവേശനോത്സവ ദിവസം കൗൺസിലർ ശ്രീമതി സൗമ്യ സ്പോൺസർ ചെയ്തു. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ 1989, 90, 91, 92 ബാച്ചിലെ കൂട്ടായ്മ 13,000 രൂപ വിലയുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, 2 മൈക്കും സ്പോൺസർ ചെയ്തു. കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നമ്മുടെ സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ആവശ്യമായ കുറേയധികം ടോയ്സ് സംഭാവനയായി നൽകി. ഇന്നിവിടെ നൽകുന്ന സബ് ജില്ലാതല വിജയികൾക്കുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്ത് 84, 85 അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. 4 വർഷമായി അവർ ഈ സ്പോൺസർഷിപ്പ് നൽകുന്നു. ഈ വർഷത്തെ മികച്ച പെർഫോമറായ 2 കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും സമ്മാനിക്കുന്നത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ സോമശേഖരൻ സാറാണ്. സാറിന്റെ മകളും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ശോഭ ശേഖരന്റെ പേരിലാണ് സാർ ഈ മൊമെന്റോ നൽകുന്നത്. സാറും 4 വർഷമായി ഈ സ്പോൺസർഷിപ്പ് നൽകുന്നു. ഈ സ്കൂളിലെ അധ്യാപികയായിരുന്ന ശ്രീമതി സരസ്വതി അമ്മ ടീച്ചറിന്റെ ഓർമ്മയ്ക്കായി മകളും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ശ്രീമതി ശ്രീകല പഠനത്തിൽ മുന്നോക്കം നിൽക്കുകയും എക്കണോമിക്കലി ബാക്ക്വേർഡുമായ 2 കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇത് നൽകി വരുന്നു. പാപ്പനംകോട് HSലെ ടീച്ചറായിരുന്ന ശ്രീമതി ട്രീസ ടീച്ചറുടെ ഓർമ്മയ്ക്കായി മകൾ ഗോപിക 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മികച്ച പെർഫോമറായ കുട്ടിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നു. 2 വർഷമായി നൽകി വരുന്നു. ഇതുകൂടാതെ വിവിധ തലങ്ങളിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് വേണ്ടി 7 എൻഡോമെന്റുകൾ ഇവിടെ നൽകി വരുന്നു. ഈ വർഷവും ഈ എൻഡോമെന്റുകൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ഒരു അധ്യയന വർഷക്കാലം ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശവും സഹായവും നൽകിയ RC സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിനും ഇടവക വികാരിക്കും ഇടവക കൗൺസിലിനും ഇടവക ജനങ്ങൾക്കും അതോടൊപ്പം ഈ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തുവാൻ നമ്മോടൊപ്പമായിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ്, AEO ഓഫീസ്, URC, കോർപ്പറേഷൻ, ആരോഗ്യ വകുപ്പ്, KSCB, പോലീസ് വകുപ്പ്, വാർഡ് കൗൺസിലർ തുടങ്ങി സമസ്ത മേഖലയ്ക്കും നന്ദി അർപ്പിക്കുന്നു. സ്കൂളിന്റെ നന്മയും വളർച്ചയും ആഗ്രഹിച്ച് കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച PTA, MBTA അംഗങ്ങൾക്കും എല്ലാ രക്ഷകർത്താക്കൾക്കും സമയപരിധിയില്ലാതെ കഠിനാധ്വാനം ചെയ്ത എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അഭ്യുദയകാംക്ഷികളായ നാട്ടുകാർക്കും പൊതുപ്രവർത്തകർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. നമുക്കിനിയും സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. ഈ വിദ്യാലയത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ നാടിന്റെ അഭിമാനമായി ഈ വിദ്യാലയം മേൽക്കുമേൽ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ സവിനയം സമർപ്പിക്കുന്നു.